നമസ്കാരം. പ്രകൃതിയെയും ജീവജാലങ്ങളെയും സ്നേഹിക്കുന്നവർക്കായി ഒരു പ്രത്യേക വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ആകാശത്തിൻ്റെ രാജാവ്, ചിറകടിച്ചാൽ കാറ്റും വഴിമാറുന്ന കരുത്ത്, പക്ഷികളിലെ പോരാളിയായ പരുന്തിനെക്കുറിച്ച് നമുക്കറിയാത്ത വിശേഷങ്ങൾ ഏറെയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആകാശത്തിലെ ആ ഏകാധിപതിയാണ്. വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങകലെ ആകാശത്തിൻ്റെ നീലിമയിൽ അവനൊരു രാജാവിനെ പോലെ വട്ടമിട്ടു പറക്കുന്നു. ആൽപ്സ് പർവ്വതനിരകളിലെ ഈ വേട്ടക്കാരൻ ഗോൾഡൻ ഈഗിൾ. അവൻ്റെ കണ്ണുകൾക്ക് മനുഷ്യരെക്കാൾ 8 മടങ്ങ് കാഴ്ചശക്തിയുണ്ട്. കിലോമീറ്ററുകൾ അകലെയുള്ള ഒരു ചെറിയ ചലനം പോലും അവൻ്റെ ശ്രദ്ധയിൽപ്പെടും. ഇരയെ ലക്ഷ്യമാക്കി മണിക്കൂറിൽ 300-ലധികം കിലോമീറ്റർ വേഗതയിൽ അവൻ താഴേക്ക് കുതിക്കുന്നു. ആകാശത്തിലെ ഈ നിശബ്ദനായ കൊലയാളിയിൽ നിന്ന് രക്ഷപ്പെടുക അസാധ്യം. പരുന്ത്, ആകാശത്തിലെ രാജാവ്. ലോകമെമ്പാടും കാണപ്പെടുന്ന ശക്തരായ ഇരപിടിയൻ പക്ഷികളാണ് പരുന്തുകൾ. ഇവയുടെ വലിപ്പവും കാഴ്ചശക്തിയും വേഗതയും ഇവയെ പക്ഷികളിലെ രാജാവായി കണക്കാക്കാൻ കാരണമാകുന്നു. പ്രധാന സവിശേഷതകൾ: കാഴ്ചശക്തി. മനുഷ്യരെക്കാൾ 4 ഇരട്ടി വരെ കൂടുതൽ ദൂരത്തിലുള്ള കാഴ്ചശക്തി പരുന്തുകൾക്കുണ്ട്. ഏകദേശം 3 മുതൽ 4 വരെ കിലോമീറ്റർ അകലെയുള്ള ഇരയെപ്പോലും ഇവയ്ക്ക് കണ്ടെത്താനാകും. കൊക്കും നഖങ്ങളും. വളഞ്ഞതും മൂർച്ചയുള്ളതുമായ കൊക്കുകൾ മാംസം കീറിമുറിക്കാൻ സഹായിക്കുന്നു. ടാലോൺസ് എന്നറിയപ്പെടുന്ന ശക്തമായ നഖങ്ങൾ ഇരയെ മുറുകെ പിടിക്കാൻ സഹായിക്കുന്നു. ചിറകുകൾ. വലിയ ചിറകുകൾ ഉപയോഗിച്ച് ഉയരത്തിൽ അധികം ആയാസമില്ലാതെ പറക്കാൻ ഇവയ്ക്ക് കഴിയും. പരുന്തുകൾ മാംസഭുക്കുകളാണ്. ഇവ പ്രധാനമായും ചെറിയ സസ്തനികൾ, മുയൽ, എലി, മത്സ്യങ്ങൾ, പാമ്പുകൾ, മറ്റ് ചെറിയ പക്ഷികൾ എന്നിവയെ ഭക്ഷണമാക്കുന്നു. കടൽ പരുന്തുകൾ പ്രധാനമായും മത്സ്യം പിടിക്കുന്നു. ഉയർന്ന മലനിരകൾ, വൻമരങ്ങളുടെ മുകൾ ഭാഗം എന്നിവിടങ്ങളിലാണ് പരുന്തുകൾ കൂടുകൂട്ടുന്നത്. ഇവയുടെ കൂടുകളെ ഐറി എന്ന് വിളിക്കുന്നു. മിക്ക പരുന്തുകളും ജീവിതകാലം മുഴുവൻ ഒരേ പങ്കാളിയോടൊപ്പം തന്നെ കഴിയുന്നു. ലോകത്ത് ഏകദേശം 60-ലധികം പരുന്തുവർഗ്ഗങ്ങളുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടവ ഗോൾഡൻ ഈഗിൾ, ലോകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇനം. ബാൽഡ് ഈഗിൾ, അമേരിക്കയുടെ ദേശീയ പക്ഷി. കൃഷ്ണപരുന്ത്, കേരളത്തിൽ സാധാരണയായി കണ്ടുവരുന്ന ഇനം. ശക്തി, സ്വാതന്ത്ര്യം, വിജയം എന്നിവയുടെ പ്രതീകമായി പരുന്തിനെ കണക്കാക്കുന്നു. പല രാജ്യങ്ങളുടെയും ദേശീയ ചിഹ്നങ്ങളിൽ പരുന്തിന്റെ ചിത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു പക്ഷികളെ അപേക്ഷിച്ച് പരുന്തുകൾക്ക് ദൈർഘ്യമേറിയ ആയുസ്സുണ്ട്. ഇവയുടെ ആയുസ് അവ ജീവിക്കുന്ന സാഹചര്യം, പ്രകൃതിദത്തമായ വനം അല്ലെങ്കിൽ സംരക്ഷണ കേന്ദ്രങ്ങൾ, വർഗം എന്നിവയെ ആശ്രയിച്ചിരിക്കും. കാട്ടിൽ ജീവിക്കുന്ന പരുന്തുകൾ സാധാരണയായി 20 മുതൽ 30 വർഷം വരെ ജീവിക്കുന്നു. സംരക്ഷണ കേന്ദ്രങ്ങളിൽ, മനുഷ്യരുടെ പരിചരണത്തിൽ, സൂസ് ഓർ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് കഴിയുന്ന പരുന്തുകൾ 50 വർഷത്തിലധികം ജീവിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മികച്ച ഭക്ഷണവും ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണവുമാണ് ഇതിന് കാരണം. പരുന്തുകൾ അവയുടെ ജീവിതത്തിന്റെ ആദ്യ വർഷങ്ങളിൽ വലിയ വെല്ലുവിളികൾ നേരിടുന്നു. പകുതിയിലധികം പരുന്തുകളും ആദ്യത്തെ 1-2 വർഷത്തിനുള്ളിൽ തന്നെ ഭക്ഷണത്തിന്റെ കുറവ് മൂലമോ അപകടങ്ങൾ മൂലമോ ചത്തുപോകാറുണ്ട്. എന്നാൽ ഈ ഘട്ടം അതിജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവ ദീർഘകാലം ജീവിക്കുന്നു. പരുന്തുകൾ ലോകത്തിലെ ഏറ്റവും മികച്ച വേട്ടക്കാരാണ്. അവയുടെ വേട്ടയാടൽ രീതികൾ അത്ഭുതകരമാണ്. അതിവേഗത്തിലുള്ള ഡൈവിംഗ്. ആകാശത്ത് വളരെ ഉയരത്തിൽ വട്ടമിട്ടു പറക്കുന്ന പരുന്ത് ഇരയെ കണ്ടാൽ ചിറകുകൾ ശരീരത്തോട് ചേർത്ത് വെച്ച് അതിവേഗത്തിൽ താഴേക്ക് കുതിക്കുന്നു. ഇതിനെ സ്റ്റൂപ്പ് എന്ന് വിളിക്കുന്നു. ശക്തമായ പിടി. പരുന്തിന്റെ നഖങ്ങൾക്ക് മനുഷ്യന്റെ കൈകളേക്കാൾ 10 ഇരട്ടി വരെ ശക്തിയുണ്ട്. ഇരയുടെ ശരീരത്തിലേക്ക് നഖങ്ങൾ ആഴ്ത്തിയിറക്കി അവയെ നിഷ്പ്രയാസം കൊടന്നൊടുക്കാൻ പരുന്തിന് കഴിയും. മീൻപിടിയൻ. പരുന്തുകൾ ജലാശയങ്ങൾക്ക് മുകളിലൂടെ പറന്ന് ഉപരിതലത്തിലെത്തുന്ന മത്സ്യങ്ങളെ വെള്ളത്തിലിറങ്ങാതെ തന്നെ നഖങ്ങൾ കൊണ്ട് കോരിയെടുക്കും. സ്വന്തം ശരീരഭാരത്തേക്കാൾ കൂടുതൽ തൂക്കമുള്ള ഇരകളെപ്പോലും ഉയർത്തിക്കൊണ്ടുപോകാൻ ചില വലിയ പരുന്തുകൾക്ക് സാധിക്കും. കേരളത്തിലെ നാട്ടിൻപുറങ്ങളിലും വനങ്ങളിലും കണ്ടുവരുന്ന പ്രധാന പരുന്തുവർഗ്ഗങ്ങൾ ഇവയാണ്. കൃഷ്ണപ്പരുന്ത്. ചുവപ്പ് കലർന്ന തവിട്ട് നിറവും വെളുത്ത കഴുത്തുമുള്ള ഇവ കേരളത്തിൽ സർവ്വസാധാരണമാണ്. ചെമ്പരുന്ത്.
നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒരുപോലെ കാണപ്പെടുന്നു. വാലിന്റെ അറ്റം വി ആകൃതിയിലായിരിക്കും. കുടുമപ്പരുന്ത്. തലയിൽ ഒരു ചെറിയ കുടുമ പോലുള്ള തൂവലുകളുണ്ട്. പാമ്പുകളെയാണ് ഇവ പ്രധാനമായും ഭക്ഷിക്കുന്നത്. മീൻപിടിയൻ പരുന്ത്. പുഴകളുടെയും കായലുകളുടെയും അരികിൽ കാണപ്പെടുന്നു. മത്സ്യം മാത്രമാണ് ഇവയുടെ ഭക്ഷണം. വെള്ളവയറൻ കടൽ പരുന്ത്. തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. വലിയ വെളുത്ത ശരീരവും ചാരനിറത്തിലുള്ള ചിറകുകളുമാണ് ഇവയ്ക്കുള്ളത്. പരുന്തുകൾ മഴമേഘങ്ങൾക്ക് മുകളിലൂടെ പറക്കാൻ കഴിവുള്ള പക്ഷികളാണ്. മറ്റു പക്ഷികൾ മഴ പെയ്യുമ്പോൾ മരച്ചില്ലകളിൽ അഭയം തേടുമ്പോൾ പരുന്തുകൾ മേഘങ്ങൾക്ക് മുകളിലേക്ക് ഉയർന്നു പറന്ന് മഴയെ അതിജീവിക്കുന്നു. ഇത് അവയുടെ ആത്മവിശ്വാസത്തെയും ശക്തിയെയും സൂചിപ്പിക്കുന്നു. ഭക്ഷ്യശൃംഖലയിൽ ഏറ്റവും മുകളിലുള്ള പക്ഷികളായതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ പരുന്തുകൾക്ക് വലിയ പങ്കുണ്ട്. എന്നാൽ ഇന്ന് പല പരുന്ത് വർഗ്ഗങ്ങളും വംശനാശ ഭീഷണി നേരിടുന്നു. കാടുകൾ വെട്ടിത്തെളിക്കുന്നതും കൂറ്റൻ മരങ്ങൾ ഇല്ലാതാകുന്നതും പരുന്തുകൾക്ക് കൂടുകൂട്ടാനും ഇര തേടാനും തടസ്സമാകുന്നു. ഇന്ത്യയിൽ 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം പരുന്തുകളെ വേട്ടയാടുന്നത് കഠിനമായ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. പ്രകൃതിയുടെ കാവൽക്കാരായ പരുന്തുകളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ആകാശത്തിലെ ഈ രാജാക്കന്മാരില്ലാതാകുന്നത് നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ തകർച്ചയ്ക്ക് തന്നെ കാരണമാകും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നന്ദി.